ഏവർക്കും മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ റിസൾട്ടുകൾ ഒന്ന് അവലോകനം ചെയ്യുകയാണ് നമ്മൾ. ആദ്യം ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് തുടങ്ങാം. ടാറ്റ മോട്ടോഴ്സ് നാലാം പാദത്തിൽ അറ്റാദായം 8,556 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 51% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 51% ഇടിവ് സംഭവിക്കാനുള്ള കാരണം കഴിഞ്ഞ വർഷം ഇയർ ഓൺ ഇയറിൽ ലാഭം ആയിട്ട് പുറത്തു വന്നത് 19,538 കോടി രൂപയായിരുന്നു. നികുതി എഴുതി തള്ളൽ മാറ്റിവെച്ചതാണ് ഇയർ ഓൺ ഇയറിൽ ഇത്രയധികം ലാഭം ഉണ്ടാവാനുള്ള കാരണമായത്. അതായത് പ്രോഫിറ്റിൽ 51% ഇടിവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വലിയൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇനി ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 7,662 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ കേസ് അങ്ങനെയാണ്. ഇനി വരുമാനം നോക്കുകയാണെങ്കിൽ റവന്യൂ 1,18,927 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതായത് ഇയർ ഓൺ ഇയറിൽ 1% ഇടിവാണ് വരുമാനത്തിൽ വന്നിരിക്കുന്നത്. ഇനി ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ റവന്യൂ മിസ് ചെയ്തിട്ടാണ് കാണുന്നത്. 1,22,618 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ എബിറ്റഡ 16,818 കോടി രൂപയിലാണുള്ളത്. 1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർജിൻ ഏറെക്കുറെ ഫ്ലാറ്റായി തന്നെയാണ്. അവരുടെ JLRന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ 10ാം പാദത്തിലും ലാഭം തന്നെയാണ്. ഹോൾസെയിൽ വോളിയം ഉള്ളത് 1.11 ലക്ഷം യൂണിറ്റ് ആണ്. 1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഇനി അവരുടെ ചൈനീസ് സെയിൽസിൽ വോളിയത്തിൽ ഒരു 30% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ സെയിൽസിൽ 14% വർധനവും രേഖപ്പെടുത്തി. ഇന്ത്യയും US-ഉമായുള്ളതും UK-യുമായുള്ളതുമായ വ്യാപാര കരാറുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. കമ്പനി ഡിവിഡൻഡായി 6 രൂപ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ടാറ്റ മോട്ടോഴ്സിന്റെ റിസൾട്ട് സ്ലൈറ്റ്ലി ഡിസപ്പോയിന്റിംഗ് തന്നെയായിരുന്നു. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. അതിനു മുന്നേയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ കോസ്മോ ഫീഡിൻ്റെ ഒരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അടുത്തത് ഭാരതി എയർടെലിൻ്റെ Q4 റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 11,022 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 432% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 25% ഒരു ഇടിവ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാർഷിക ലാഭത്തിൽ ഈ വലിയ കുതിപ്പിന് കാരണമായിട്ടുള്ളത് പ്രധാനമായും 5,913 കോടി രൂപയുടെ ഒറ്റത്തവണ നികുതി ആനുകൂല്യമാണ്. റവന്യൂ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 47,876 കോടി രൂപയാണ്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 6.1% വർധനവ് ഇപ്പോൾ റവന്യൂവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ അത് 15.3%. പക്ഷേ റവന്യൂ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തത് എബിറ്റഡയാണ്. 27,009 കോടി രൂപയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9.8% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിലും ഇയർ ഓൺ ഇയറിൽ 39.5% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 57.2% പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 55.1% ആവറേജ് റവന്യൂ പെർ യൂസർ എന്നത് 245 രൂപയിലാണുള്ളത്. അത് ഏറെക്കുറെ ഫ്ലാറ്റായ രീതിയിൽ തന്നെയാണ്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ സബ്സ്ക്രിപ്ഷനിൽ 361.6 മില്യൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ 5G യൂസേഴ്സിൽ 6.6 മില്യൻ്റെ വർധനവും ഈ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുണ്ട്. ഡാറ്റ യൂസേജിലും 4.5% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ കാണുന്നത്. ഏതായാലും എയർടെലിൻ്റെ ഈ റിസൾട്ട് ഒരു മിക്സഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര ഒരു ഗംഭീർ റിസൾട്ടായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. കൂടാതെ കമ്പനിയുടെ ഏർണിങ്സ് കോള് ഇന്ന്, അതായത് മെയ് 14-ാം തീയതി 2:30 PM ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഒരു നല്ല അപ്രോച്ച് സ്റ്റോക്കിൽ എടുക്കുന്നുണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട 2 കമ്പനികളുടെ റിസൾട്ടാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഈ റിസൾട്ടുകളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.